ഇന്ത്യയിൽ പാസ്പോർട്ട് എടുക്കുന്നതിന് നിർണായക മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. 2023 ഒക്ടോബർ 1 തീയതിയോ അതിനുശേഷമോ ജനിച്ചവർക്ക് ഇനി പാസ്പോർട്ട് അപേക്ഷയ്ക്ക് ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. ഇവരുടെ ജനന തീയതി തെളിയിക്കാൻ മറ്റൊരു രേഖയും സ്വീകാര്യമല്ല. ഫെബ്രുവരി 24 കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ പ്രാബല്യത്തിൽ വരും. 1980 പാസ്പോർട്ട് നിയമങ്ങളിലാണ് ഭേദഗതി വരുത്തിയത്. അതേസമയം 2023 ഒക്ടോബർ 1 മുൻപ് ജനിച്ചവർക്ക് പുതിയ നിബന്ധന ബാധകമല്ല. ഇവർക്ക് മറ്റ് രേഖകളും ജനനതീയതി സ്ഥിരീകരണത്തിന് ഉപയോഗിക്കാം. അംഗീകൃത സ്കൂൾ സർട്ടിഫിക്കറ്റ്, TC, SSLC സർട്ടിഫിക്കറ്റ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയവ ജനനതീയതിക്കുള്ള തെളിവായി അംഗീകരിക്കും. 1989 ജനുവരി 26 അതിനുശേഷമോ ജനിച്ച എല്ലാ അപേക്ഷകർക്കും പാസ്പോർട്ട് ലഭിക്കുന്നതിന് നേരത്തെ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിരുന്നു. എന്നാൽ 2016 ഡിസംബറിൽ ജനനതീയതി തെളിയിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്ന നിർബന്ധമില്ലെന്നും മറ്റു രേഖകൾ സമർപ്പിച്ചാൽ മതിയെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു. വ്യക്തികളുടെ സ്വകാര്യത ഉറപ്പാക്കുന്നതിനായി അവരുടെ സ്ഥിരം മേൽവിലാസം ഇനി പാസ്പോർട്ടിലെ അവസാന പേജിൽ പ്രിന്റ് ചെയ്യില്ലെന്നതാണ് മറ്റൊരു പ്രധാന മാറ്റം. പകരം എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് വിലാസം മനസ്സിലാക്കാൻ പാസ്പോർട്ടിലെ ബാർകോഡ് സ്കാൻ ചെയ്താൽ മതിയാകും. കൂടാതെ അവസാന പേജിൽ നിന്ന് മാതാപിതാക്കളുടെ പേരുകളും നീക്കം ചെയ്യും.